നമസ്കാരം. ഗീതാഞ്ജലിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഔസേപ്പച്ചൻ മാസ്റ്റർ മുത്തുള്ള നമ്മുടെ സംഗീതയാത്ര നമ്മൾ തുടരുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഗാനം എത്രമാത്രം ലളിതമാവുന്നുവോ, സിമ്പിളാവുന്നുവോ, അത് അത്രയും പെട്ടെന്ന് ആസ്വാദകരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലുന്നു എന്ന് പറയുന്നുണ്ട്. ഇതേ ഔസേപ്പച്ചൻ മാസ്റ്റർ തന്നെ ആണ് ഒരേ കടൽ എന്നുള്ള ചലച്ചിത്രത്തിൽ ശുഭപന്തുവരാളി രാഗത്തിൽ തന്നെ 5 പാട്ടുകൾ കമ്പോസ് ചെയ്ത് നാഷണൽ റെക്കഗ്നീഷൻ അദ്ദേഹത്തിന് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചാലഞ്ച്, ഒരു വെല്ലുവിളി തന്നെയായിരുന്നു ഈ സിനിമ എന്ന് ഔസേപ്പച്ചൻ മാസ്റ്റർ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സംഗീതാനുഭവങ്ങൾക്കായി നമുക്ക് കാതോർക്കാം. ഒരിക്കൽ കൂടി ഗീതാഞ്ജലിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഔസേപ്പച്ചൻ മാസ്റ്റർ 3 പതിറ്റാണ്ടുകളിലേറെയായി ഈ ചലച്ചിത്ര സംഗീത സംവിധാന രംഗത്തുണ്ട്. ഏകദേശം ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്, അന്നത്തെ ആ പഴമയിൽ നിന്നുകൊണ്ട് അന്ന് ഒരുപാട് ഗാനങ്ങൾ, നല്ല ഗാനങ്ങൾ ചെയ്തു. അതിനുശേഷം ടെക്നോളജിയുടെ അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ വന്നപ്പോൾ അതും ഉൾക്കൊണ്ട് അതിനനുസരിച്ച് വർക്കിൻ്റെ നേച്ചറൊക്കെ ഒന്ന് മാറ്റാനുള്ള, സാധാരണ കുറച്ച് പഴയ ആൾക്കാർ ഇതിനോടൊരു വിമുഖത പ്രകടിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഔസേപ്പച്ചൻ മാസ്റ്റർ അങ്ങനെയല്ലായിരുന്നു. ഇരുകൈകളും നീട്ടി ആ ചേഞ്ചിനെ സ്വാഗതം ചെയ്യുകയും പിന്നീട് ആ രീതിയിൽ പാട്ടുകൾ ചെയ്യാൻ മടി കൂടാതെ ചെയ്യുകയും ചെയ്തു. ഈ ഒരു ഇതിനെക്കുറിച്ച് എന്താണ് പറയാൻ? ഒരു ബേസിക് ടേസ്റ്റാണ് ഇതിൻ്റെ ഒരു കാരണം. ഒരു കാര്യം പറഞ്ഞല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് സംഗീതമായാലും പാട്ടായാലും ഞാൻ ചെയ്യാത്തതാണ്. അതായത് മറ്റാര് ചെയ്തും കേൾക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ ഇന്നലെ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊന്ന് കേൾക്കാനാണ് എനിക്കിഷ്ടം. ഇന്നലെ കേട്ടത് നമ്മൾ ഇന്നലെ കേട്ടല്ലോ, അത് കേൾക്കണമെങ്കിൽ അത് തന്നെ വീണ്ടും കേൾക്കാം. ഇന്നലെ കേട്ടത് തന്നെ വീണ്ടും കേൾക്കാം. പുതിയത് ഇന്നലെ കേട്ടത് മാതിരി വീണ്ടും കേൾക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയൊരു മൊണോട്ടണി, എനിക്ക് പ്രശ്നങ്ങൾ, അതിലൊരു മൊണോട്ടണി ഉണ്ടാവും. അത് ഏത് കാര്യമായാലും ഒരു വീട് കെട്ടുമ്പോഴും മറ്റൊരു വീട് പോലെ കെട്ടാതെ എന്തെങ്കിലും ഒരു പ്രത്യേകത ചെയ്യാം. ഞാൻ പറഞ്ഞു, ഞാൻ വീടൊന്നും കെട്ടിച്ചല്ല, ഞാൻ പറയാം, ഒരു ഉദാഹരണം പറയാണ്. വീട് കെട്ടിക്കൊണ്ടിരിക്കുന്ന ആളൊന്നുമല്ല. അല്ലെങ്കിൽ ഒരു 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 എന്തെങ്കിലും ഒരു സാധനം, ഒരു ഫർണിച്ചർ പണിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് പണിതില്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ വീടിന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, നോർമലി കാണുന്ന എല്ലാവരും ഉഗ്രനാണെന്ന് പറയുന്ന സ്ഥിരം പതിവ് ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ടെക്നോളജിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചു കൊണ്ടിരുന്നു. അതിന് ടെക്നോളജി സഹായമാകുകയും പിന്നീട് എത്തുന്നു എന്നുള്ളത് നമുക്കറിയില്ല. അന്നൊക്കെ ഇതൊക്കെ നമുക്കൊരു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം നമ്മൾ പാട്ട് പാടുമ്പോൾ ശ്രുതി പെർഫെക്റ്റ് ആയില്ലെങ്കിൽ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ഇതൊക്കെ എൻ്റെ മനസ്സിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമത് ഒരു നമുക്കതിനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. വീണ്ടും വീണ്ടും പാടിച്ചാലും വീണ്ടും ശരിയാവാണ്ട് വരും. വന്നാലും എനിക്ക് ബേസിക്കലി ഞാൻ ഈ വയലിനിസ്റ്റ് ആയതുകൊണ്ട് എന്തോന്ന് എനിക്കറിയില്ല, എനിക്ക് എൻ്റെ പാട്ടുകളിൽ അപശ്രുതി ഉണ്ടാവുന്നത് എനിക്ക് കേൾക്കാനേ സാധിക്കില്ല. ഇപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു, ഇതിനെ വേണമെങ്കിൽ ഒരു ഭ്രാന്തെന്ന് പറയാം. ഒരാളും സമ്മതിക്കത്തില്ല. ഈ ഇതിപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ഓട് പറയുന്നൊരു തമാശയാണെന്ന് വിചാരിച്ചാൽ മതി. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങനെ എൻ്റെ ഒരു പാട്ട്, ഇനി വരാൻ പോകുന്നൊരു സിനിമയിലെ ഒരു പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴോ ഒരു സാധനം കിടന്ന് കല്ല് കടിക്കുന്നു. നോക്കിയപ്പോൾ ഒരു മറ്റേ ബേസ് ടേപ്പിൽ ടങ് 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 ടങ്, ഈ ടങ് എന്നുള്ളത് അടിയാണ്. അപ്പോൾ കുറച്ച് പാടുന്ന ആളായതുകൊണ്ട് സംഗീതം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവും. ഈ ടങ് എന്നടിക്കുന്നതിന് പ്രത്യേകിച്ച് ശ്രുതിയൊന്നുമില്ല, എങ്കിലും ശ്രുതിയുണ്ടോ? ഉണ്ട്. അപ്പം ആ ശ്രുതി, അതിലെ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി നമ്മളുടെ ഷഡ്ജം, സമശ്രുതിയിൽ വേണമല്ലോ ഈ താളങ്ങളൊക്കെ വായിക്കാൻ. അപ്പോൾ ആ സമശ്രുതിയിൽ നിന്ന് ഒരു അരനോട്ട് മേലെ ടങ് 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 എന്ന് പാട്ട് പോകുമ്പോൾ ടങ് 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 കൊണ്ട് വേറൊരു ടോൺ അതിൻ്റെ കൂടെ കേ കേ കേ, ഇതതിൻ്റെ കൂടെ ചേർന്നിട്ട് ഭയങ്കര
ഭയങ്കര ഒരു അരോചക ക്ലാഷ്. അപ്പം ഞാൻ നേരെ എടുത്തു, അതെടുത്ത് ട്യൂൺ ചെയ്യാലോ. അപ്പം വളരെ സൗകര്യം. ട്യൂൺ ചെയ്തപ്പോൾ എന്ത് പറ്റി, ടെങ് ടെങ് എന്നുള്ളത് കുറച്ചപ്പോൾ ടെങ് ടെങ് ടിങ് ടിങ് അത് കേട്ടു. അപ്പം മറ്റേ സാധനം കൂടെ ടേ ടേ എന്ന് പറഞ്ഞിട്ട് വേറൊരു സുതിരിക്കാണ്, പുലബന്ധമില്ലാത്ത സുതിരിക്കും. എന്ത് ചെയ്യും, എന്ത് ചെയ്താൽ ശരിയാവില്ല. അപ്പോഴാണ് ഇപ്പോൾ പുതിയ ടെക്നോളജിയിൽ ഈ ഹാർമണി ട്യൂൺ ചെയ്യാവുന്ന, അതായത് നമ്മളൊരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതിലെ എല്ലാ നോട്ടുകളും സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരും മെലോഡൈനിൽ, അതിൻ്റെ സൗകര്യമുണ്ട്. അപ്പം ഞാൻ അതിലിത് റെക്കോർഡ് ചെയ്തിട്ട് ടച്ച് ചെയ്യുമ്പോൾ അതാത് ടോണുകൾ കാണിക്കും. അപ്പോൾ ഈ ഒരു ഫ്രീക്വൻസി മാത്രം എടുത്തിട്ട് അതിനെ ശ്രുതി ചേർത്തു ഇട്ടപ്പോൾ ക്ലീൻ. അപ്പോൾ ഞാൻ പറഞ്ഞു അത്, അപ്പോൾ ഇത് എന്താ പറയാം, ആരും ചെയ്യാത്ത ഒരു കാര്യം സാധാരണ ചെയ്യും. ഇപ്പോൾ ഫോറിനേഴ്സാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി അതിന് പകരം ഒറിജിനൽ നല്ല ശ്രുതിയുള്ള സാധനം കൊണ്ട് രണ്ടാമത് വായിപ്പിക്കും. ഇവിടെ നമുക്കത് സാധിക്കില്ല. ഇപ്പം അത് വായിക്കുന്ന ആൾ ജപ്പാനിൽ നിന്ന് കൊണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ ജപ്പാനിൽ നിന്ന് അയാൾ വിളിച്ചു കൊടുത്തിട്ട് അത് വായിപ്പിച്ച് റെക്കോർഡ് ചെയ്യും. നമുക്കിവിടെ ഒരു സാഹചര്യം, നമുക്ക് കുറച്ച് കറണ്ടിൻ്റെ കാശ്, ഒരു 2 രൂപയുടെ കറണ്ട് ഈ സാധനം ഓൺ ചെയ്ത് ശരിയാക്കാൻ. ചിലവർ ഇപ്പോൾ സാധനം പക്കേ ക്ലീനായി. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ബേസിക് ഒരു ടേസ്റ്റാണ്. എനിക്കത് വേണം, കേൾക്കണം, എനിക്ക് എൻ്റെ ഇഷ്ടമാണ്. മറ്റൊരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രോഗ്രാം ചെയ്തതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കീബോർഡ് പറഞ്ഞാൽ അത് അങ്ങനെ കുഴപ്പമില്ല സാർ എന്നാ പറയുള്ളൂ. ഇനി പുറപ്പാട് എന്ന ചലച്ചിത്രം, അതിൽ അന്നലൂഞ്ഞാൽ പൊൻപടിയിൽ മനോഹരമായൊരു ഒരു താരാട്ട് പാട്ടാണിത്. അത് ദാസേട്ടനും ചിത്ര ചേച്ചിയും രണ്ടുപേരും പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇല്ലെന്നോ, ചിത്ര മാത്രം പാടിയിട്ടുള്ളൂ. ആ ഗാനത്തെ കുറിച്ച് ഒന്ന് പറയാമോ? ആ ഗാനത്തിനെ കുറിച്ച് എന്താ, അത് വരികൾ ട്യൂൺ ചെയ്തിട്ടുള്ളതാണ്. ONV സാറിൻ്റെ മനോഹരമായിട്ടുള്ള വരികൾ. അത് സിമ്പിളായിട്ടുള്ള ഒരു, ഫസ്റ്റ് തന്നെ ആ ലിറിക്സ് കിട്ടിയപ്പോൾ അന്നലൂഞ്ഞാൽ പൊൻപടിയിൽ ആട് ആട് ആടാട് ആലിലയിൽ പള്ളി കൊള്ളും ആരോമരും നീയാടാട് ആട് ആട് ആടാ. അത് ചിത്ര അതിമനോഹരമായിട്ട് പാടിയിട്ടുണ്ട്. ചിത്ര അന്നത്തെ കാലത്ത് ഈ പ്രത്യേകിച്ചും താരാട്ട് പാട്ട് പാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫീലാണ്. ഈ പാട്ട് എനിക്ക് ഓർമ്മയുണ്ട്. വീണ്ടും എൻ്റെ ഇത് ONV സാർ എഴുതിയതാണ്. പക്ഷെ അന്ന് AVM ജയിലിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കാലത്ത് പൂജയൊക്കെ ഉണ്ടായിരുന്നു. കാലത്തപ്പോൾ ഈ പാട്ടിൻ്റെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ ഹീറോ ആയിട്ട് ഇരിക്കുന്ന മമ്മൂട്ടിയാണ്. അദ്ദേഹം വന്ന് പൂജയ്ക്കൊക്കെ അറ്റൻഡ് ചെയ്തു, ബെസ്റ്റ് വിഷസൊക്കെ പറഞ്ഞു പോയി. പിന്നെ പാട്ട് റെക്കോർഡിങ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ തുടങ്ങി. കാലത്ത് ഫുൾ പൂജയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. പക്ഷേ എനിക്ക് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ ചെയ്തു. അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന നേരത്ത് പെട്ടെന്ന് ആ വഴിക്ക് ഞാൻ പുറത്ത് ചായ കുടിക്കാൻ പോയപ്പോൾ ഷിബു ചക്രവർത്തി ആ വഴിക്ക് പോകുന്നു. ഷിബു ആ സമയത്ത് വേറെ ഏതോ ജോഷിയുടെ ഏതോ പടത്തിൻ്റെ സ്ക്രിപ്റ്റിന് ഡെന്നീസും ഷിബു ഒരുമിച്ച്, ഡെന്നീസിനെ സഹായിക്കാൻ ഷിബു ഒപ്പം പുള്ളിയുടെ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവരെപ്പോഴും ആ വഴിക്ക് പോകാൻ കണ്ട് ഷിബു വന്നു, ഞാനിവിടെ പാട്ട് റെക്കോർഡ് നടക്കല്ലേ, വന്നിട്ട് കയറി സമയത്തോട് ഉടനെ അങ്ങോട്ട് പോകണം, ചുമ്മാ വാ എന്ന് പറഞ്ഞ് ഷിബുവിനെ ഉള്ളിലേക്ക് കയറ്റി ആ ഒരു പാട്ട് കേൾക്കണമെന്ന് ചോദിച്ചു. അന്ന് ആ പാട്ട് കേൾക്കാൻ 5 മണിക്ക് വന്ന ഷിബു പിന്നീട് രാത്രി 10 മണിക്കാണ് പോയത്. ഷിബു ഇത്രയും ഇംപ്രസ്ഡായി, ആ പാട്ട് അത്രയും ഇംപ്രസ്ഡായി. പക്ഷെ അത് നല്ലൊരു, പിന്നെ ചില പാട്ടുകൾ നമ്മൾ വിചാരിക്കുന്ന റേഞ്ചുകൾ നമുക്ക് ഇപ്പോൾ അത് വീണ്ടും കേൾക്കുമ്പോൾ സുഖവും ആൾക്കാർ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ പടം കൂടി സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഹിറ്റ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഒരു പാട്ട് പാടുമ്പോൾ ജനത്തിന് ആ സിറ്റുവേഷനും ആ പടവും മൊത്തത്തിൽ അന്ന് കാലത്ത് ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് വരുമ്പോഴാണ് അതിനോടുള്ളൊരു ആവേശം കൂടുതലുണ്ടാവുന്നത്. ഇതിപ്പോൾ പാട്ട് നന്നായിട്ടുണ്ടെങ്കിൽ പോലും ആ പടം ഒരു ഹിറ്റാവുകയോ ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട് അതിന് നമ്മൾ വിചാരിച്ചൊരു ഇമ്പാക്റ്റ് അന്ന് കിട്ടിയില്ല. പക്ഷേ ഇന്ന് പിന്നീട് ഇപ്പോൾ അത് പാട്ട് മാത്രമായിട്ടാണ് കേൾക്കുന്നത്. അങ്ങനെ കേൾക്കുമ്പോൾ അതിന് ഒരുപാട് പേര് അത് നല്ല പാട്ടാണെന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ഒരു സുഖമുണ്ട്. ഒന്ന് കാണാം നമുക്ക്. Go
ഊഞ്ഞാലിലൂ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 ഞ്ഞ